മീങ്ങോത്ത് ഐറിസ് ആർട്ട് യാർഡ് കുട്ടികൾക്കായി ഏകദിന കലാശില്പശാല സംഘടിപ്പിച്ചു. ക്രിസ്മസ് അവധിക്കാലത്തൊരുക്കിയ കലാശില്പശാല കുട്ടികളിൽ ആവേശമുണർത്തി. ക്രിസ്തുമസ് അവധിക്കാലത്ത് മീങ്ങോത്ത് ഐറിസ് ആർട്ട് യാർഡ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഏകദിന കലാശില്പശാല ശ്രദ്ധേയമായി. സ്മിത മീങ്ങോത്ത് നേതൃത്വം നൽകിയ കുരുത്തോലക്കളരി കുട്ടികളിൽ ആവേശമുണർത്തി. ഓലപ്പീപ്പി, തത്ത, മീൻ, പാമ്പ് തുടങ്ങിയ രൂപങ്ങൾ ഓലയിൽ രൂപം കൊള്ളുന്നത് കുട്ടികളിൽ കൗതുകം ഉളവാക്കി. നിറങ്ങളും രേഖകളും കൊണ്ട് ഗോത്രകലയുടെ ബിംബങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് പ്രസാദ് കാനത്തുങ്കാൽ കുട്ടികളെ കൂടി പങ്കാളിത്തത്തോടുകൂടി രൂപപ്പെടുത്തിയ പാനൽ ചിത്രങ്ങൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. വിനോദ് അമ്പലത്തറയായിരുന്നു വർക്ക്ഷോപ്പിന്റെ ഡയറക്ടർ. ഐറിസ് ആർട്ട് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഏകദിന വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. അത് എക്സിബിഷനായാലും അതുപോലെ ക്യാമ്പ്, വർക്ക്ഷോപ്പ്, ഇങ്ങനെ വിവിധ രീതികളിലുള്ള പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ച് വരുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു ഹാളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നടത്തുന്ന ഒരു പരിപാടി പോലെയല്ല ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തന്നെ വരക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ ഒരിടത്തെയാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിക്ക്, ഈ ക്യാമ്പിന് വേണ്ടി തയ്യാറാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ ഞങ്ങൾ ഒരു 2-3 ദിവസമായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ്, കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം 2 ദിവസമായിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്യാമ്പിൽ ഏകദേശം കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഒരു 40ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ജനനി അമ്പലത്തറയുടെ നാട്ടറിവ് പാട്ടുകളും കെ മാധവി, വിനോദ് അമ്പലത്തറ, പ്രസാദ് കാനത്തുങ്കാൽ, രാജേന്ദ്രൻ മീങ്ങോത്ത് എന്നിവർ കുട്ടികളുമായി പങ്കുവച്ച വരയനുഭവം എന്നീ പരിപാടികളും നാട്ടുകാരുടെയും കുട്ടികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പ്രദേശത്തെ നിരവധി കുട്ടികളാണ് ഏകദിന കലാശില്പശാലയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.